നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത് ലിവിംഗ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഹൗ ദ ലിവിംഗ് ഓർഗാനിസം ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം നോൺ ലിവിംഗ് ഒബ്ജക്റ്റ് എന്നാണ് പഠിച്ചത് അല്ലെ. അപ്പൊ കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് ലിവിംഗ് ഓർഗാനിസം ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷനിൽ നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണുകയാണ് ദ ലിവിംഗ് ഓർഗാനിസം which is showing a characteristic feature as reproduction. Reproduction എന്ന് പറയുന്ന ഒരു characteristic feature ലിവിംഗ് ഓർഗാനിസം കാണിക്കുന്നുണ്ട്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെയൊക്കെ കേസിലാണെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി പോസസിംഗ് ഫീച്ചേഴ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദ പേരൻസ് ആണ്. അതായത് പേരൻസിനോട് അധികമോ അതോ ചെറിയ സാമ്യമുള്ളതോ ആയിട്ടുള്ള പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലെ റീപ്രൊഡക്ഷൻ കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഇവിടെ ഈ ലെസ് സിമിലാരിറ്റി ഓർ മോർ സിമിലാരിറ്റി വിത്ത് പേരൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇൻവേരിയബിളി ആൻഡ് ഇംപ്ലിസിറ്റ്ലി നിസ്സംശയം നമുക്കത് പറയാം ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ ഓർഗാനിസംസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കുറെ എക്സാമ്പിൾസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഫംഗൈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മില്യൺസ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഫംഗസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സ്പോർസ് ഞാൻ ഇവിടെ എഴുതി തരാം. ദാറ്റ് ഈസ് സൂസ്പോർ, എപ്ലാനോസ്പോർ, അതേപോലെ തന്നെ കൊനീഡിയ. ഇതിനകത്ത് സൂസ്പോർ മാത്രം മൊട്ടൈല എന്ന് പറഞ്ഞാൽ അവർക്ക് മൂവ്മെന്റിന് ഫ്ലാജല്ല ഉണ്ട്. പക്ഷെ എപ്ലാനോസ്പോർസും കൊനീഡിയം നോൺ മൊട്ടൈല, അവർക്ക് ഫ്ലാജല്ല ഇല്ല. അതേപോലെ ലോവർ ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ ഈസ്റ്റും ഹൈഡ്രയും ഒക്കെ ബഡ്ഡിംഗ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലനേറിയ അല്ലെങ്കിൽ ഫ്ലാറ്റ് വേം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൂ റീജനറേഷൻ വഴിയാണ്. അതായത് അവരുടെ ബോഡി ഫ്രാഗ്മെന്റഡ് ആയിട്ട് ലോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി വിൽ ബി റീജനറേറ്റഡ്. ലോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി റീജനറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ന്യൂ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. ഫംഗസിന്റെ കേസിലും ഫിലമെന്റസ് ആൽഗയിലും പ്രോട്ടോനീമ ഓഫ് മോസസ് ഇതിന്റെയൊക്കെ കേസിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. എന്താണ് ഫംഗസിന്റെ ബോഡി എന്ന് പറയുന്നത്? ഹൈഫയാണ്. ഹൈഫ എന്ന് പറയുന്നതാണ് ഫംഗസിന്റെ ബോഡി. ഫിലമെന്റസ് സ്ട്രക്ചർ ആണ്. ഫിലമെന്റസ് ആൽഗെ എന്ന് പറയുന്നത് സ്പൈറോഗൈറ, യൂളോത്രിക്സ്, അങ്ങനെ കുറെ ആൽഗകളുണ്ട്. ഫിലമെന്റസ് ആൽഗെ അതായത് ഫിലമെന്റ് ഷേപ്പ് ഉള്ള അതും ബോഡി ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര കുഞ്ഞു ഫ്രാഗ്മെന്റ് ആണെങ്കിലും റീജനറേറ്റീവ് സെൽസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഓരോ ഫ്രാഗ്മെന്റിനും കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഫ്രാഗ്മെന്റേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതേപോലെ പ്രോട്ടോനീമ ഓഫ് മോസസ് എന്ന് പറയുന്നത് പ്ലാൻ കിങ്ഡത്തിലെ ഒരു ലോവർ ഡിവിഷൻ ആയിട്ടുള്ള ബ്രയോഫൈറ്റയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് മോസസ് എന്ന് പറയുന്നത്. ആ മോസസിന്റെ പ്ലാൻ ബോഡി ഇതേപോലെ ഒരു ക്രീപ്പിംഗ് പ്ലാൻ ബോഡി ഉണ്ട്. ഈ ക്രീപ്പിംഗ് പ്ലാൻ ബോഡിക്ക് നമ്മൾ പ്രൈമറി പ്രോട്ടോനീമ എന്നാ പറയാം. അതേപോലെ തന്നെ ഇതിന് ഒരു ബ്രാഞ്ച് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് നമ്മൾ സെക്കൻഡറി പ്രോട്ടോനീമ എന്ന് പറയും. ഇതിങ്ങനെ മുറിഞ്ഞ് എത്ര കഷ്ണമായി പോയാലും ആ ഓരോ പീസും നമുക്ക് ആ ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാണാം. അതാണ് പ്രോട്ടോനീമ ഓഫ് മോസസ് ഓൾസോ വിൽ അണ്ടർഗോ മൾട്ടിപ്ലിക്കേഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആൽഗെ അല്ലെങ്കിൽ അമീബ ഇതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്തും റീപ്രൊഡക്ഷനും സിനോണിമസാ, ഒരേപോലെ നടക്കുന്ന പ്രോസസ്സാ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ. ഒരു സെല്ലിന് എന്തുമാത്രം വളരാൻ പറ്റും? ഒരു സെല്ലിന് ഒരുപാടൊന്നും വളരാൻ പറ്റില്ല. സീ ഹിയർ, ഇഫ് ദിസ് ഈസ് എ സെൽ ആൻഡ് ദിസ് സെൽ ഹാസ് എ ന്യൂക്ലിയസ് ഇൻസൈഡ് ദിസ്, ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഈ ന്യൂക്ലിയസ് ആണ്. ഈ സൈറ്റോപ്ലാസത്തിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഈ ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സൈറ്റോപ്ലാസം ഒരുപാട് വളർന്നു പോയാൽ ഈ ന്യൂക്ലിയസിനെ കംപ്ലീറ്റ് കൺട്രോളിംഗ് ഓഫ് ദ സൈറ്റോപ്ലാസം ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിനും അതിന്റെ കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് ഉണ്ട്. കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് എന്താ? കാരിയോപ്ലാസ്മിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് ചേഞ്ച് ആവും ഈ പറയുന്ന സൈറ്റോപ്ലാസം ഇങ്ങനെ ഒരുപാട് വലുതായി വരുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. സൈറ്റോപ്ലാസം വലുതായ സെല്ല് ഡിവൈഡ് ആവും. സെല്ല് ഡിവൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 സെല്ലായി പോകും. 2 സെല്ലാവുന്നതാണ് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നതും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് അത് രണ്ടും സിനോണിമസ് ആണ്. ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് ഗ്രോത്തും റീപ്രൊഡക്ഷനും എന്ന് പറയുന്നത്. അത് ഇവിടെ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം ഇത് നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഗ്രോത്ത് ഈസ് ഈക്വലൻ ടു ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ഓർ മാസ് എന്നാ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രോത്ത് ആണ്, സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ഇവരുടെ കേസിൽ എന്താണ്, റീപ്രൊഡക്ഷനും ആണ്. അപ്പൊ അത് രണ്ടും സിനോണിമസ് ആണെന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സിംഗിൾ സെൽ ഓർഗാനിസം വി വിൽ നോട്ട് ബി ഹാവിംഗ് എ ക്ലിയർ ഐഡിയ വെദർ വി ഹാവ് ടു യൂസ് ദ ടേം ഗ്രോത്ത് ഓർ റീപ്രൊഡക്ഷൻ. അതായത് നമുക്കൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നീ രണ്ട് ടേമുകളെ പറ്റിയിട്ട്. അത് ഗ്രോ ചെയ്യാന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാന്നാണ്, റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് രണ്ടും സിനോണിമസ് ആണെന്ന് പറയാം. അതേപോലെ പല ഓർഗാനിസംസിനും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവാറില്ല. സ്റ്റെറൈൽ ഓർഗാനിസത്തിന് കുറെ എക്സാമ്പിൾസ് ആണ് മ്യൂൾ, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. ഇതൊക്കെ മ്യൂൾ എന്ന് പറയുന്നത് ഡോങ്കിയും അതുപോലെ ഹോഴ്സും കൂടിയ ഒരു ഹൈബ്രിഡ് ആണ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഷീസിന്റെ ഇടയ്ക്കുള്ള ഒരു ഹൈബ്രിഡ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. ഹിയർ മ്യൂൾ ഇറ്റ് ഈസ് ദെയർ പേരൻസ് ഇറ്റ് വിൽ ബി മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോഴ്സ് ആണ് കേട്ടോ. മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോഴ്സ്. അത് നേരെ തിരിച്ചാണെങ്കിൽ അത് ഹിന്നി എന്നാണ് അറിയപ്പെടുന്നത്, അതായത് മെയിൽ ഹോഴ്സ് ആൻഡ് ഫീമെയിൽ ഡോങ്കി. അതേപോലെ തന്നെ വേറൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് ആണ് ടൈഗൺ. ടൈഗൺ എന്ന് പറഞ്ഞാല് ടൈഗർ ഫാദറും ലയൺ മദറും ആയിട്ടുള്ളതാണ്. അതേപോലെ ലൈഗർ, അത് വേറൊരു ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ് ആണ്. അപ്പൊ ഈ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡ്സിനും എന്ത് കപ്പാസിറ്റി ഇല്ല, ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി. വർക്കർ ബീസിന് ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റി ഇല്ല. വർക്കർ ബീസ് എന്ന് പറയുന്ന ഫീമെയിൽ ഹണി ബീസ് ആണ്. അവരൊരിക്കലും പോപ്പുലേഷൻ നടക്കുകയോ അവരുടെ എഗ് ഫെർട്ടിലൈസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ സ്റ്റെറൈലാന്ന് പറയാനുള്ള കാരണം. ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ, അവര് എന്താ പറയാ, ഇൻഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ അവര് സ്റ്റെറൈലാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായില്ല എന്ന കാരണത്താല് ഒരു ഓർഗാനിസം നോൺ ലിവിംഗ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാം റീപ്രൊഡക്ഷൻ ഓൾസോ കെൻ നോട്ട് ബി ആൻ ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിംഗ് ഓർഗാനിസം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റീപ്രൊഡക്ഷൻ എന്ന ഒരു ടേം കൊണ്ട് നമുക്ക് ഈ പറയുന്ന എന്താണ് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. റീപ്രൊഡക്ഷൻ എന്ന ഒരു ക്യാരക്ടർ വെച്ച് ഓർഗാനിസത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നോൺ ലിവിംഗ് ഒബ്ജക്റ്റിന് ഒരിക്കലും റീപ്രൊഡ്യൂസിംഗ് കപ്പാസിറ്റിയോ അതേപോലെ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്രൊഡക്ഷൻ എന്താണ്, ഈവൻ ദോ ദേ ആർ നോട്ട് ഷോയിങ് എനി എക്സെപ്ഷൻ ഫ്രം ദ നോൺ ലിവിംഗ് ഒബ്ജക്റ്റ്. നോൺ ലിവിംഗ് ഒബ്ജക്റ്റ് ഒന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും എല്ലാ ലിവിംഗ് ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസം which do not show any exception from non-living object is reproduction. The characteristic feature of living organism which do not show any exceptions from non-living object is reproduction. Okay, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. Reproduction likewise is a characteristic of living organisms. In multicellular organisms, reproduction refers to the production of progeny possessing features more or less similar to those of parents. Invariably and implicitly, we refer to sexual reproduction. Organisms reproduce by asexual means also. Fungi multiply and spread easily due to the millions of asexual spores they produce. In lower organisms like yeast and hydra, we observe budding. In planaria or flatworm, we observe true regeneration. That is, a fragmented organism regenerate the lost part of its body and become a new organism. The fungi, the filamentous algae, the protonema of mosses all easily multiply by fragmentation. When it comes to unicellular organism like bacteria, unicellular algae or amoeba, reproduction is synonymous with growth. That is, increase in number of cells.
We have already defined growth as equivalent to increase in cell number or mass. Hence, we notice that in single cellular organisms, we are not very clear about the usage of these two terms, growth and reproduction. Further, there are many organisms which do not reproduce: mules, sterile worker bees, infertile human couple, etc. Hence, reproduction also cannot be an all-inclusive defining characteristic of living organism. Of course, no non-living object is capable of reproducing or replicating by itself. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലൈഫ് ഈസ് മെറ്റബോളിസം. മെറ്റബോളിസം ആണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിട്ടുള്ളത് ബയോ കെമിക്കൽസ് കൊണ്ടാണ്. അതായത് കെമിക്കൽസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ലിവിങ് സിസ്റ്റം, അതിനെയാ ബയോ കെമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, മെയ്ഡ് ഓഫ് കെമിക്കൽസ്. ആ കെമിക്കൽസ് ആണ് ബയോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഈ കെമിക്കൽസ് ചിലപ്പോൾ ചെറുതാവാം, വലുതാവാം, ബിലോങ്ങിങ് ടു വേരിയസ് ക്ലാസസ്, സൈസസ്, ഫങ്ഷൻസ് എക്സെട്ര. ഇവർക്ക് പല വലിപ്പം ഉണ്ടാവാം, അതുപോലെ പല ക്ലാസ്സസിൽ പെടുന്നതാവാം, അതുപോലെ പല ഫങ്ഷൻസ് ചെയ്യുന്നതാവാം. ഈ ബയോ കെമിക്കൽസ് എല്ലാം അത് കണ്ടിന്യൂസ് ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഇത് വേറൊരു ബയോമോളിക്യൂളായിട്ട് അല്ലെങ്കിൽ ബയോ കെമിക്കലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എക്സാമ്പിൾ ഇഫ് വി സി, നമ്മുടെ സെല്ലിന്റെ ഉള്ളിലൊക്കെ കാണുന്ന ബയോ മോളിക്യൂൾ അല്ലെങ്കിൽ ബയോ കെമിക്കലിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ, ചെറിയ ചെറിയ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് നോക്കിയാൽ അമിനോ ആസിഡ്, ഷുഗർ, അതേപോലെ തന്നെ ന്യൂക്ലിയോടൈഡ്, അതേപോലെ ഫോസ്ഫോറിക് ആസിഡ്, അങ്ങനത്തെ കുറേ ബയോമോളിക്യൂൾസ് ഉണ്ട്, ചെറിയ ചെറിയ ബയോമോളിക്യൂൾസ്. നമ്മൾ നോക്കിയാൽ ഷുഗർ മോളിക്യൂളൊക്കെ ജോയിൻ ചെയ്തിട്ട് അത് പോളിസാക്കറൈഡ് ആയിട്ട് മാറുന്ന കാണാം. അത് കൺവേർട്ട് ചെയ്യാണ്, ഒരു വലിയ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ വി ക്യാൻ സി അമിനോ ആസിഡ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ പ്രോട്ടീൻ ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, ലിപ്പിഡ് മോളിക്യൂൾ ഉണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് മെറ്റാബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെല്ലിന്റെ ഉള്ളിലിരിക്കുന്ന ബയോ കെമിക്കൽസ് അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയി കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ മോളിക്യൂൾസ് വലിയ വലിയ മോളിക്യൂൾസ് പോളിമേഴ്സ് ആയിട്ട് മാറും. ആ വലിയ വലിയ മോളിക്യൂൾസ് പോളിമേഴ്സ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് പ്രോസസ് എന്നാ പറയാന്നറിയോ? ബിൽഡപ്പ് റിയാക്ഷൻ ഓർ അനാബോളിക് റിയാക്ഷൻ. ബിൽഡപ്പ് റിയാക്ഷൻ ഓർ അനാബോളിക് റിയാക്ഷൻ എന്നാ പറയാം. ഇതൊരു മെറ്റാബോളിക് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതേപോലെ ബ്രേക്കപ്പ് റിയാക്ഷൻ അല്ലെങ്കിൽ കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയും. അതായത് വലിയ വലിയ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കാറ്റബോളിക് റിയാക്ഷൻ. ഈ അനാബോളിക് റിയാക്ഷന് വേണ്ടിയിട്ട് എനർജി വേണം, അടുക്കും ചിട്ടയോടെ അറേഞ്ച് ചെയ്ത് പോളിമർ ആക്കാനുള്ളതാണ്, അതിന് എനർജി വേണം. കാറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയുന്ന വലിയ മോളിക്യൂൾ പൊട്ടി കുഞ്ഞു കുഞ്ഞു മോളിക്യൂളായിട്ട് മാറുന്ന, അത് എനർജി ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, എനർജി റിലീസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇതേപോലത്തെ തൗസൻഡ്സ് ഓഫ് മെറ്റാബോളിക് റിയാക്ഷൻസ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് യൂണിസെല്ലുലാർ ആയിക്കോട്ടെ, മൾട്ടി സെല്ലുലാർ ആയിക്കോട്ടെ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഇതേപോലത്തെ തൗസൻഡ്സ് ഓഫ് മെറ്റാബോളിക് റിയാക്ഷൻ, ദാറ്റ് ഈസ് അനാബോളിക് ആൻഡ് കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. മെറ്റാബോളിക് റിയാക്ഷൻസ് നമുക്ക് പ്ലാന്റ്സിലും ആനിമൽസിലും ഫംഗസിലും മൈക്രോബ്സിലും ഒക്കെ കാണാൻ കഴിയും. ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗൈ ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. ഓക്കെ, ഈ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻസ്, അതായത് ബ്രേക്കപ്പ് റിയാക്ഷനും അതുപോലെ ബിൽഡപ്പ് റിയാക്ഷനും എല്ലാം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ബയോ കെമിക്കൽ റിയാക്ഷൻസിനെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? മെറ്റാബോളിസം എന്ന് പറയാം. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിലും മെറ്റാബോളിസം നടക്കുന്നില്ല. കാരണം എന്താ? മെറ്റാബോളിസം അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷൻ, അതാണ് ലൈഫ് എന്ന് തന്നെ പറയുന്നത്. അതായത് ലൈഫിലുള്ള ആ ഒരു മൂവ്മെന്റ്, അത് ഈ ബയോ കെമിക്കൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഇൻസൈഡ് ദ സെല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നിനെ ലിവിങ് ആക്കി നിലനിർത്തുന്നത് തന്നെ. അതുകൊണ്ട് അത് ഒരിക്കലും നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ കാണാൻ കഴിയില്ല. ഓക്കെ, മെറ്റാബോളിക് റിയാക്ഷൻ പക്ഷെ നമുക്ക് സെൽ ഫ്രീ സിസ്റ്റത്തിൽ, ഔട്ട്സൈഡ് ദ ബോഡി സെൽ ഫ്രീ സിസ്റ്റത്തിൽ വേണമെങ്കിൽ ടെസ്റ്റ് ട്യൂബിലൊക്കെ പെർഫോം ചെയ്യാം. പക്ഷേ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫേവറബിൾ കണ്ടീഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ നടക്കുന്ന ഐസൊലേറ്റഡ് മെറ്റാബോളിക് റിയാക്ഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം ടെസ്റ്റ് ട്യൂബിൽ നടത്തുന്ന ഈ റിയാക്ഷൻ, ഇറ്റ് ഈസ് നെയ്തർ ലിവിങ് നോർ
നോൺ ലിവിങ്. കാരണം ഇത് ലിവിങ്ങോ ഒന്നും പറയാൻ പറ്റില്ല, നോൺ ലിവിങ്ങോ ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന ആ റിയാക്ഷൻ ലിവിങ് റിയാക്ഷനാ, പക്ഷെ ടെസ്റ്റ് ട്യൂബ് ഒരിക്കലും എന്താവുന്നില്ല, ലിവിങ് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം ദ മെറ്റാബോളിസം ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം വിത്തൗട്ട് എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും മെറ്റാബോളിസം എന്ന് പറയുന്ന ഡിഫൈനിങ് ഫീച്ചർ, അതൊരു നമുക്ക് ലൈഫ് ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു ക്യാരക്ടർ മതി. അതാണ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. അതിന് ഒരു എക്സെപ്ഷനും ഇല്ല. നോ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഈസ് ഷോയിങ് മെറ്റബോളിസം. പക്ഷേ ഐസൊലേറ്റഡ് മെറ്റാബോളിക് റിയാക്ഷൻ ഇൻവിട്രോ കണ്ടീഷനിൽ സെൽ ഫ്രീ സിസ്റ്റത്തിൽ ടെസ്റ്റ് ട്യൂബിൽ നടത്തുക എന്ന് പറയുന്ന ലിവിങ് റിയാക്ഷൻ ആണ്. പക്ഷേ ആ ടെസ്റ്റ് ട്യൂബിന് ഒരിക്കലും ഒരു ലിവിങ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഒരു ലിവിങ് സിസ്റ്റത്തിന് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സെല്ലുലാർ ഓർഗനൈസേഷൻ, ടിഷ്യൂ ഓർഗനൈസേഷൻ. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ അതിന് സ്വന്തമായിട്ടൊരു കഴിവുണ്ട്. ഇത് സ്വന്തമായിട്ട് ടെസ്റ്റ് ട്യൂബ് ഓർഗനൈസ് ചെയ്യുന്ന റിയാക്ഷൻ ഒന്നും അല്ലല്ലോ. നമ്മൾ ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫേവറബിൾ കണ്ടീഷൻ കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദ മെറ്റാബോളിസം ദാറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം വിത്തൗട്ട് എനി എക്സെപ്ഷൻ ഫ്രം ദ നോൺ ലിവിങ് ഒബ്ജക്ട് ഈവൻ ദോ it is able to perform inside the in vitro condition in test tube, because ടെസ്റ്റ് ട്യൂബിൽ നടക്കുന്ന റിയാക്ഷൻ ലിവിങ് റിയാക്ഷൻ ആണെങ്കിൽ പോലും ടെസ്റ്റ് ട്യൂബ് ഈസ് നോട്ട് എ ലിവിങ് സിസ്റ്റം, ഓർ it cannot act as a living system because there will not be any organization capability to the test tube. ടെസ്റ്റ് ട്യൂബിന് ഒരു ഓർഗനൈസേഷൻ കേപ്പബിലിറ്റി ഇല്ല. ടെസ്റ്റ് ട്യൂബ് ഒന്നും അല്ല ആ ലിവിങ് റിയാക്ഷൻ പെർഫോം ചെയ്യാൻ, ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ പെർഫോം ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്തത്. നമ്മളായിട്ട് ഫേവറബിൾ കണ്ടീഷനും മീഡിയം ഒക്കെ കൊടുത്തപ്പോഴാണ് ആ മെറ്റാബോളിക് റിയാക്ഷൻ ടെസ്റ്റ് ട്യൂബിൽ നടത്താൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫ് ഫോം ഈസ് മെറ്റബോളിസം. All living organisms are made up of chemicals. These chemicals, small and big, belonging to various classes, sizes, functions, etc., are constantly being made and changed into some other biomolecules. These conversions are chemical reactions or metabolic reaction. There are thousands of metabolic reactions occurring simultaneously inside all living organisms, be they unicellular or multicellular. All plants, animals, fungi and microbes exhibit metabolism. The sum total of all chemical reactions occurring in our body is metabolism. No non-living object exhibit metabolism. Metabolic reactions can be demonstrated outside the body in cell-free system. And isolated metabolic reactions outside the body of an organism performed in a test tube is neither living nor non-living. Hence, while metabolism is a defining feature of all living organisms, without exception, isolated metabolic reaction in vitro are not living things but surely living reactions. Hence, cellular organization of the body is the defining feature of life forms. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ലിവിങ് ഓർഗാനിസം കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും അതുപോലെ ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള ഒരു ലിവിങ് ഫീച്ചറാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഈ ലിവിങ് ഓർഗാനിസത്തിന് അവരുടെ സറൗണ്ടിങ്ങിനെ സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻവറോൺമെന്റിനെ സെൻസ് ചെയ്യാനും അതിനോട് എൻവറോൺമെന്റൽ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ എൻവറോൺമെന്റൽ സ്റ്റിമുലസ് ചിലപ്പോൾ ഫിസിക്കൽ സ്റ്റിമുലസ് ആവാം, ചിലപ്പോൾ കെമിക്കൽ സ്റ്റിമുലസ് ആവാം, ചിലപ്പോൾ ബയോളജിക്കൽ സ്റ്റിമുലസ് ആവാം. ഏത് തരത്തിലുള്ള സ്റ്റിമുലസ് ആണെങ്കിലും അതിനെ തിരിച്ചറിയാൻ, അതിനെ സെൻസ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് ലിവിങ് ഓർഗാനിസത്തിനുണ്ട്. നമ്മളിത് സെൻസ് ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചാണ്. നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതൊക്കെ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എൻവറോൺമെന്റിൽ നടക്കുന്ന ചേഞ്ചസ് സെൻസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ഇതിനോട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോട് കോൺഷ്യസ് ആണ്. അതായത് ലൈറ്റിനോട്, വാട്ടറിനോട്, ടെമ്പറേച്ചറിനോട്, അതേപോലെ തന്നെ അതർ ഓർഗാനിസത്തോട്, അതേപോലെ പൊല്യൂട്ടൻസ്, അതിനൊക്കെ ഇത് എന്താ പറയാ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഫോട്ടോ പീരിയോഡിസം, അതേപോലെ ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്ന പ്ലാന്റ്സ് ലൈറ്റിന്റെ നേരെ വളരുന്ന അതിന്റെ ഷൂട്ട്, വാട്ടറിന്റെ നേരെ വളരും അതിന്റെ റൂട്ട്, ടെമ്പറേച്ചർ
ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്ലാന്റ്സിൽ നടക്കുന്ന ചില ചേഞ്ചസ് ഉണ്ട്. അതായത് അതിന്റെ സ്റ്റൊമേറ്റോ ഒക്കെ ക്ലോസ് ആവും, ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്റ്റൊമേറ്റോ ഓപ്പൺ ആവാം. അതേപോലെ അങ്ങനത്തെ കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എല്ലാ പ്ലാന്റിന്റെ കേസിലല്ല പറയുന്നത്, എന്നാലും കുറെ പ്ലാന്റ്സ് ഒക്കെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പല അതർ ഓർഗാനിസത്തിനോട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പൊല്യൂട്ടൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന അതർ ഓർഗാനിസത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നമ്മൾ മിമോസ പ്ലാന്റ്, അതായത് തൊട്ടാവാടി, അതിനകത്ത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാടിപ്പോവും അല്ലെ. അത് അതർ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിമുലസ് ആണ്, ടച്ചിങ് സ്റ്റിമുലസ് ആണ്, പക്ഷെ അത് നമ്മൾ തൊട്ടാലും അത് വാടിപ്പോകും അല്ലെ. അതേപോലെ പൊല്യൂട്ടൻസിനോട്, അത് പൊല്യൂഷൻ ഉള്ള ഏരിയയിൽ ഉള്ള പ്ലാന്റ്സിന്റെ റെസ്പോൺസ് അതും നമുക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ലൈക്കൻസ് വളരില്ല. അതായത് സൈനോബാക്ടീരിയയുടെയും അതേപോലെ തന്നെ ബസിഡിയോമൈസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസിന്റെയും കോമ്പിനേഷൻ ആ ലൈക്കൻ എന്ന് പറയുന്നത്, അത് വളരില്ല. അങ്ങനെ ഓരോ ഓർഗാനിസും അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടറിനോട് ഒരു എന്താ പറയാ കോൺഷ്യസ്നെസ് കാണിക്കുന്നുണ്ട്. ഇനി ഈ കോൺഷ്യസ്നെസ് നമ്മൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിലെടുത്താലും നമുക്ക് കാണാൻ കഴിയും, യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിലെടുത്താലും നമുക്ക് കാണാൻ കഴിയും. പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ പോലത്തെ ഓർഗാനിസംസ് ആണ് അല്ലെ. ഈ ബാക്ടീരിയ പോലത്തെ ഓർഗാനിസം പോലും അതിന്റെ എക്സ്റ്റേണൽ എൻവറോൺമെന്റിനോട് എക്സ്റ്റേണൽ എൻവറോൺമെന്റിനെ സെൻസ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും കഴിയും എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോ ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്ന ഫുഡ് ഒരു ഡൈസാക്രൈഡ് ആണ്, അതായത് 2 ഷുഗർ കൂടിയ ഒരു പോളിമർ ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കി അല്ലെങ്കിൽ ഒരു മോണോമർ ആക്കിയാൽ മാത്രമാണ് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഡൈസാക്രൈഡ് ഉണ്ടെങ്കിൽ മാത്രം അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ബാക്ടീരിയയ്ക്ക് അറിയാം ആ മീഡിയത്തില് അല്ലെങ്കിൽ അവർ വളരുന്ന അവിടെ അവരുടെ ന്യൂട്രിയൻ സോഴ്സ് അല്ലെങ്കിൽ ഫുഡ് സോഴ്സ് ആയിട്ട് ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ടുള്ള ഡൈസാക്രൈഡ് ആണ് ഉള്ളത് ഇൻസ്റ്റെഡ് ഓഫ് എ മോണോസാക്രൈഡ് എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ ഓർഗാനിസം എൻവറോൺമെന്റിനോട് ഒരു കോൺഷ്യസ് ആയിട്ട് ഉള്ള ഓർഗാനിസം ആണ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ റെസ്പോൺസ് നേച്ചറാണ് കാണിക്കുന്നത് കേട്ടോ. അതേപോലെ സീസണൽ ബ്രീഡേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും കേസിൽ ഫോട്ടോ പീരിയോഡിസം കാണിക്കുന്നുണ്ട്. ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഡേ ടൈം കൂടുതലുള്ളപ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം, അല്ലെങ്കിൽ നൈറ്റ് ടൈം കൂടുതലുള്ളപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം, അങ്ങനെ ഫോട്ടോ പീരിയോഡിക് എഫക്ട് കാണിക്കുന്ന പ്ലാന്റ്സും ഉണ്ട്, അതേപോലെ ആനിമൽസും ഉണ്ട്. അവരൊക്കെ സീസണൽ ബ്രീഡേഴ്സ് ആണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ സീസണിലാണ് അവർ ബ്രീഡ് ചെയ്യുക. അതേപോലെ എല്ലാ ഓർഗാനിസത്തിനും അതിന്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്ന കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കെപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഓർഗാനിസത്തിന്റെ ബോഡിക്ക് അറിയാം ഒരു കെമിക്കൽ ബോഡിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നും അതിനെ ഡീടോക്സിഫൈ ചെയ്ത് റിമൂവ് ചെയ്യണമെന്നും അതിന്റെ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ വിഷാംശമൊക്കെ കളഞ്ഞ് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നും എന്നും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എല്ലാ ഓർഗാനിസവും അതിന്റെ സറൗണ്ടിങ്ങിനെ കുറിച്ച് അവയർനെസ് ഉള്ളതാണ്, അതായത് കോൺഷ്യസ്നെസ് ഉണ്ട്. ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. ഹ്യൂമൻ ബീങ്സിന് സെൽഫ് കോൺഷ്യസ്നെസ്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കോൺഷ്യസ്നെസ് ഇറ്റ് ഈസ് ബിക്കമിങ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഒരിക്കലും കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നോൺ ലിവിംഗ് ഒബ്ജക്റ്റിൽ കാണാൻ കഴിയില്ല. എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിലും നമുക്ക് കോൺഷ്യസ്നെസ് കാണാൻ കഴിയും. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മളിത് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നില്ല, ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസ് കോമ സ്റ്റേജിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവര് അവരുടെ ബോഡി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന മെഷീൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണെങ്കിൽ ദോസ് പേഷ്യൻസ് ദേ വിൽ നോട്ട് ബി റിയാക്ടിങ് ടുവേർഡ്സ് ദെയർ എൻവറോൺമെന്റ്. അവർക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അവയർനെസ് ഉണ്ടാവില്ല. അതായത് അവർക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവാത്ത ഒരവസ്ഥയാണ്. ആ പേഷ്യൻസിനെ നമുക്ക് എന്താ പറയാ ലൈഫിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയാൻ കഴിയില്ല, തിരിച്ചു വരുന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഇൻ ദ ഫ്യൂച്ചർ വെദർ ദേ ആർ കമ്മിങ് ബാക്ക് ഓർ നോട്ട്. അവര് ഫ്യൂച്ചറിൽ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇഫ് വി സേ ദാറ്റ് ഈസ് നോൺ ലിവിങ് ഇറ്റ് വിൽ ബിക്കം നോൺസെൻസ് അല്ലേ. നമ്മൾ നോൺ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഫ്ലോപ്പ് ആയി പോകും, അങ്ങനെ പറയാൻ പാടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പേഷ്യന്റ് അണ്ടർ കോമ സ്റ്റേജ് even though they do not have self consciousness or consciousness, we cannot say they are non living organism or non living. So here an exception is there in consciousness defining feature of living organism, that is in the case of human beings, that is the patient under coma stage who is doing their activity with the help of machines in a ventilatorle machines inde സഹായത്തോടു കൂടി അവരുടെ ഫങ്ഷൻസ് ചെയ്യുന്ന ലിവിങ് ഹ്യൂമൻ ബീങ്സ് അവര് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു എക്സെപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Perhaps the most obvious and technically complicated feature of all living organisms is this ability to sense their surrounding or environment and respond to these environmental stimuli, which could be physical, chemical, or biological. We sense our environment through our sense organs. Plants respond to external factors like light, water, temperature, other organisms, pollutants, etc. All organisms from the prokaryotes to the most complex eukaryotes can sense and respond to environmental cues. Photoperiod affects reproduction in seasonal breeders, both plants and animals. All organisms handle chemicals entering their bodies. All organisms therefore are aware of their surroundings. Human being is the only organism who is aware of himself, that is, has self-consciousness. Consciousness therefore become the defining property of living organism. When it comes to human beings, it is all the more difficult to define the living state. We observe patients lying in coma in hospitals virtually supported by machines which replace heart and lungs. The patient is otherwise brain dead. The patient has no self-consciousness. Are such patients who never come back to normal life living or non-living? ഇനി നമ്മൾ ഹയർ ക്ലാസ്സസിൽ നമ്മൾ പഠിക്കും എല്ലാ ലിവിങ് ഫിനോമിന അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഫീച്ചേഴ്സും ഒരു ഇന്ററാക്ഷൻസിന്റെ ബേസിലാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു സെല്ലിന്റെ ഉള്ളിൽ കാണുന്നില്ല. കാരണം എന്താ, കുറെ സെൽസ് കൂടിയിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പൊ കുറെ സെൽസ് കൂടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോഴാ സെയിം വർക്ക് ചെയ്യുമ്പോഴാ അത് ടിഷ്യൂ ആകുന്നത് അല്ലെ. അത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് സെൽസ്. ഒരു ടിഷ്യൂവിലുള്ള സെൽസ് എല്ലാം കൂടെ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്ന ആ ടിഷ്യൂവിന് അല്ലെ. അപ്പൊ അവിടെ ഒരു ഇന്ററാക്ഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള സെൽ ഓർഗനൽസ് അത് സെല്ല് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നില്ല അല്ലെ. ആ സെൽ ഓർഗനൽസ് അതിന്റെ ഫങ്ഷൻസ് കുറെ സെൽ ഓർഗനൽസ് കൂടിയിട്ട് ആ സെൽ അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്. അതായത് സിമിലർലി പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ഓർഗനൽ. മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ഓർഗനൽ എന്ന് പറയുന്ന വേറൊന്നല്ല, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ബയോമോളിക്യൂൾസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ, അതാണ് മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ഓർഗനൽ. ഈ ഓരോ മോളിക്യൂളിനും സെൽ ഓർഗനലിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഓരോ മോളിക്യൂളും ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താവും, ആ സെൽ ഓർഗനലിന്റെ ഫംഗ്ഷൻ അതിന് ചെയ്യാൻ കഴിയും. ഓരോ സെൽ ഓർഗനലും ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, ഒരു സെല്ലിന്റെ ഫംഗ്ഷൻ അതിന് ചെയ്യാൻ കഴിയും. കുറെ സെൽസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താവും, അതിന് ഒരു ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും. അതേപോലെ കുറെ ടിഷ്യൂസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താവും, കുറെ ഒരു ഓർഗന്റെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും. അതേപോലെ കുറെ ഓർഗൻസ് ഇന്ററാക്ട് ചെയ്യുമ്പോഴോ ഒരു ഓർഗൻ സിസ്റ്റമിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും. കുറെ ഓർഗൻ സിസ്റ്റംസ് കൂടിയതാണ് എന്ത്, ഒരു ഓർഗാനിസം എന്ന് പറയുന്ന. ഹയർ ഓർഗാനിസത്തിന്റെയൊക്കെ കേസിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിലെ എക്സാമ്പിൾ നമ്മളെ തന്നെ എടുത്തു നോക്കിക്കോ. നമുക്ക് ഓർഗൻ സിസ്റ്റം ആണ് അല്ലെ, എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്, സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ
ഈ ഓരോ സിസ്റ്റം അതുണ്ടായിട്ടുള്ളത് ഓർഗൻസ് കൂടിയിട്ടാണ്. അപ്പൊ ഒരു ഓർഗൻ ഫംഗ്ഷൻ ചെയ്യാന്ന് പറയുന്നത് കുറെ ടിഷ്യൂസ് കൂടുമ്പോഴാണ്. ഒറ്റ ടിഷ്യൂ കൊണ്ട് ഒരു ഓർഗൻ ഫംഗ്ഷൻ ചെയ്യില്ല അല്ലെ. അപ്പൊ നമുക്ക് കുറെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും അല്ലെ. സോ സെല്ലുലാർ ഓർഗനൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ദ ഓർഗനൽ ബട്ട് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ദ മോളിക്കുലാർ കമ്പോണന്റ് കംപ്രൈസിംഗ് ദ ഓർഗനൽ. അതായത് ആ ഓർഗനിലുള്ള എല്ലാ ബയോമോളിക്യൂൾസും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഓർഗനലിന്റെ ഫംഗ്ഷൻ വരുന്നത്. അല്ലാതെ ഒരു ബയോമോളിക്യൂളിന്റെ ഫംഗ്ഷൻ കൊണ്ട് ഓർഗനലിന്റെ ഫംഗ്ഷൻ ആവില്ല. അവിടെ ഒരു ഇന്ററാക്ഷൻ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഇന്ററാക്ഷൻ ആണ് ദ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു മോളിക്കുലാർ കമ്പോണൻസ് ഇന്ററാക്ട് ചെയ്ത് സെൽ ഓർഗനൽ ഉണ്ടാവും, സെൽ ഓർഗനൽ ഇന്ററാക്ട് ചെയ്ത് സെല്ലുണ്ടാവും, സെൽ ഇന്ററാക്ട് ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാവും, ടിഷ്യൂസ് ഇന്ററാക്ട് ചെയ്ത് ഓർഗൻ ഉണ്ടാവും, ഓർഗൻ ഇന്ററാക്ട് ചെയ്ത് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും, ഓർഗൻ സിസ്റ്റംസ് കൂടിയതാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈറാർക്കി ഓഫ് ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റി നമുക്ക് ഓൾ ലെവലിൽ കാണാൻ കഴിയും അല്ലെ. ഏതൊക്കെ ലെവലിൽ കാണാൻ കഴിയും? ബയോ മൈക്രോ മോളിക്യൂള് മുതൽ ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെന്നാണെന്നറിയോ? ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവലിൽ നിന്ന് മുതലാണ്. സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബയോ മോളിക്യൂളിന്റെ ഇന്ററാക്ഷൻസ് അവിടെ മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഓർഗനൈസേഷൻ ഇൻസൈഡ് ദ ലിവിംഗ് ഓർഗാനിസം അല്ലെങ്കിൽ ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം ലിവിംഗ് ഓർഗാനിസംസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്, സെൽഫായിട്ട് ഇവോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്, ഇന്ററാക്റ്റീവ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണൽ സ്റ്റിമുലസിനോട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ബയോളജി എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്ന സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എടുത്ത് നോക്കുമ്പോൾ അല്ലെ നമുക്ക് കാണാൻ കഴിയും. ബയോളജി ഇസ് ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലിവിംഗ് ഓർഗാനിസത്തിന് അല്ലെ. അതുപോലെ ഓൾ ലിവിംഗ് ഓർഗാനിസം പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അവരെല്ലാം ലിങ്ക്ഡ് ടു വൺ അനദർ. ഓരോന്നും വേറൊന്നായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അവർക്ക് എവിടെയെങ്കിലും ഒരു ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ അവർക്ക് ഒരു ആൻസിസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ദേ ഷെയർ ദ കോമൺ ജനറ്റിക് മെറ്റീരിയൽ. അവരൊരു കോമൺ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എല്ലാ ഓർഗാനിസത്തിലും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. DNA കോമ്പോസിഷനിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് വായിച്ചു നോക്കാം പാരഗ്രാഫ്. ഇൻ ഹയർ ക്ലാസ്സസ് യു വിൽ കം ടു നോ ദാറ്റ് ഓൾ ലിവിംഗ് ഫിനോമിന ആർ ഡ്യൂ ടു അണ്ടർലൈങ് ഇന്ററാക്ഷൻസ്. Properties of tissues are not present in the constituent cells but arise as a result of interaction among the constituent cells. Similarly, properties of cellular organelles are not present in the molecular constituent of the organelle but arise as a result of interactions among the molecular components comprising the organelle. These interactions result in emergent properties at a higher level of organization. This phenomenon is true in the hierarchy of organizational complexity at all levels. Therefore, we can say that living organisms are self-replicating, evolving and self-regulating interactive systems capable of responding to external stimuli. Biology is the story of life form on Earth. Biology is the story of evolution of living organisms on Earth. All living organisms, present, past and future, are linked to one another by sharing a common genetic material but to varying degree. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഒരു പോർഷനിൽ, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിരുന്നു. ഇത്രയും ഒരു പോർഷൻ കൊണ്ട് നമ്മൾ പഠിച്ച കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ടു ഡിഫൈൻ ദ ലിവിംഗ് ഓർഗാനിസം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്ത കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റാബോളിസം, അതേപോലെ തന്നെ കോൺഷ്യസ്നെസ്, ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ഇതിനകത്ത് ഗ്രോത്തും റീപ്രൊഡക്ഷനും എന്താണ്? ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസം ആണ്. പക്ഷേ മെറ്റബോളിസം ഈസ് എ ട്രൂ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസം ആണ്. അതിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ് ഐസൊലേറ്റഡ് മെറ്റാബോളിക് റിയാക്ഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ വിട്രോ. അത് നോട്ട് ലിവിംഗ് തിങ്സ് ബട്ട് ഷുവർലി ഇറ്റ് ഈസ് എ ലിവിംഗ് റിയാക്ഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ
കോൺഷ്യസ്നെസ് അതൊരു ഡെഫിനറ്റ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. പക്ഷേ ഈ കോൺഷ്യസ്നെസ് ഇറ്റ് വിൽ ബി ഷോയിങ് സം എക്സെപ്ഷൻ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അത് ഹ്യൂമൻ ബീങ്സ്, ദ പേഷ്യന്റ് ഹു ഈസ് അണ്ടർ കോമ സ്റ്റേജ്, ഹി ഈസ് പെർഫോമിംഗ് ദ ഫങ്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. അങ്ങനെയുള്ള ആളുകൾ എന്താണ്, ഒരു എക്സെപ്ഷനാണ്, കോൺഷ്യസ്നെസ് കാണിക്കുന്നതിന് ഒരു എക്സെപ്ഷനാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അവര് എന്താണ്, അവർ മരണത്തിലേക്ക് പോകുന്നു നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നോൺ ലിവിങ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ ലിവിങ് ആണ്, അവിടെ മെറ്റാബോളിക് റിയാക്ഷൻസ് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലിവിങ് ആണ്, പക്ഷെ അവർക്ക് കോൺഷ്യസ്നെസ് ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ, ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഈ ലിവിങ് ഓർഗാനിസത്തിൽ മാത്രം കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അത് ഒരിക്കലും നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ കാണില്ല. ഈ ബയോളജിക്കൽ ഓർഗനൈസേഷൻ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം, ബാക്ടീരിയ എടുത്താൽ പോലും നമുക്ക് അവിടെ ഓർഗനൈസേഷൻ കാണാൻ കഴിയും. കാരണം ബാക്ടീരിയയുടെ സെല്ലിന്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസ്മിക് പാർട്സ്, സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് എന്ന് പറയില്ല, കാരണം ബാക്ടീരിയക്ക് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഇല്ല. എന്തായാലും ആ ബാക്ടീരിയയുടെ ഉള്ളിൽ ഉള്ള എല്ലാ മെറ്റാബോളിക് റിയാക്ഷൻസും, ബയോ മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻ, അതാണ് അവിടുത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രോട്ടോപ്ലാസ്മിക് ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷനേ ഉള്ളൂ. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ സെല്ലുലാർ ചിലപ്പോൾ സെൽസ് എല്ലാം കൂടി കൂടിയിട്ട് ടിഷ്യൂ ആയിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്. ടിഷ്യൂസ് ഓർഗനൈസ് ചെയ്തിട്ട് ഓർഗൻ ആവാം, ഓർഗൻസ് ഓർഗനൈസ് ചെയ്ത് ഓർഗൻ സിസ്റ്റം ആവാം, ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടി കൂടിയിട്ടാണ് ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അപ്പൊ ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാണ്? ബയോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട്സ് വിത്ത് സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലാർ level which passes through microscopic cellular level and microscopic and macroscopic organismic level end in ecosystem and the biosphere എന്ന് നമുക്ക് മനസ്സിലാക്കാം. കംപ്ലീറ്റ് എക്കോസിസ്റ്റം, ബയോസ്ഫിയർ, ഇതൊക്കെ എടുത്താൽ ഈ പറയുന്ന ഓർഗനൈസേഷൻ ഡിഫറെന്റ് ലെവൽസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ലിവിങ് ഓർഗാനിസവും നോൺ ലിവിങ് ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഓക്കെ.